എന്തുകൊണ്ടായിരിക്കാം ഒട്ടുമിക്ക ആളുകളും ട്രേഡിങ്ങിൽ ഫെയിൽ ആകുന്നത്? ഓക്കെ, ഞാൻ ഫെയിൽ എന്ന് പറയുന്നില്ല, കാരണം ഫെയിൽ ആവണമെങ്കിൽ ഒന്നും പറ്റാതാവണം. പക്ഷേ ചില ആളുകൾ നല്ല രീതിയിൽ ട്രേഡിങ് ചെയ്യുകയും നല്ലൊരു ഇൻകം സോഴ്സ് ഉണ്ടാക്കുകയും അറ്റ് ദ സെയിം ടൈം ഒരു കൂട്ടം ആളുകൾക്ക് ഒന്നും പറ്റാതാവുകയും ചെയ്യുന്നുണ്ട്. ഒന്നും പറ്റാതെ മീൻസ് ടോട്ടൽ ലോസിലൂടെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നെങ്കിലും ഇതിനെപ്പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അതായത് ഞാൻ എക്സ്പെഷ്യലി ഇപ്പോൾ സംസാരിക്കുന്നത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ട്രേഡിങ്ങിൽ നിൽക്കുന്ന ആളുകളോടാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ളവരോട് ഞാൻ പറയുന്നില്ല, കാരണം അവർക്കറിയാം എന്താണ് റിയാലിറ്റി, അവർ അക്സെപ്റ്റ് ചെയ്ത ആളുകൾ. പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആ പറയുന്നത് വർക്ക് ചെയ്യത്തില്ല, ഈ പറയുന്നത് വർക്ക് ചെയ്യത്തില്ല, ഇവിടെ എന്തോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് പഠിച്ചാലാണ് എനിക്ക് ഒരുപാട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം ഞാനൊരു മെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ കാണുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഒട്ടുമിക്ക ആളുകളുടെ സൈക്കോളജി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒരു ധാരണയുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വെറുതെ അല്ല. 4 വർഷമായിട്ട് പല സ്റ്റുഡൻസിനെയും പല സാഹചര്യത്തിലുള്ള ആളുകളെയും കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്നത് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെല്ലാവരെ കൊണ്ടും പറ്റുന്നൊരു കാര്യമാണ്. പറ്റും ഇൻ ദ സെൻസ് എന്താണ്, പ്രോപ്പറായ രീതിയിൽ ചെയ്താൽ എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നടക്കുന്നതേ ഉള്ളൂ. ഇതാരെ കൊണ്ടും പറ്റാത്ത ഒന്നുമില്ല. ഒരു 17 വയസ്സുള്ള ഒരു സ്റ്റുഡൻറ്റും 56 വയസ്സുള്ള ഒരു സ്റ്റുഡൻറ്റും ഒരേ സമയം ഒരേ ക്ലാസ്സിൽ ഇരിക്കുന്ന സിറ്റുവേഷൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറ്റാത്ത കൊണ്ടല്ല, ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഡിഫറൻസ് വരുന്നത്? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളെങ്ങനെ കാര്യങ്ങളെ കാണുന്നു, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് എന്താണ് എന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 10 പേര് ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്നു, 10 പേർക്കും ഒരേ റിസൾട്ട് അല്ല. ഓൺ ദ അതർ ഹാൻഡ് 10 പേര് ഒരു ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കുന്നു, 10 പേരും ക്ലാസ് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ഈ പറഞ്ഞ പോലെ 10 പേരെ നമ്മൾ 10 രീതിയിലാണോ പഠിപ്പിച്ചത്? അല്ല, 10 പേരെ ഒരേ രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ചത്. 10 പേര് ഒരേ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്തത്, ഒരേ രീതിയിലാണ് കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയത്. പക്ഷേ ഇവിടെ ഇംപ്ലിമെന്റേഷനിലോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ എന്താണ്, എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ തന്നെ തോട്ട് പ്രോസസ്സിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. അതായത് ഒരു സിനാരിയോയെ നമ്മൾ എങ്ങനെ കാണുന്നു, ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ട്രേഡിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ എല്ലാ സെഷൻസിലും ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് കോൺസെപ്റ്റ് മാത്രമാണ്. അതായത് എങ്ങനെ ഒരു ട്രേഡിലേക്ക് എത്താം, എന്ത് ചെയ്ത് ഒരു ട്രേഡിലേക്ക് എത്താം എന്നത് മാത്രമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, അതിനുപരി ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. എപ്പോഴും മനസ്സിലാക്കണം, സ്ട്രാറ്റജിയും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും എൻ്റെ ഡിഫറെൻ്റ് ആണ്, രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ്. അതായത് ഒരു ട്രേഡിലോട്ട് എൻ്റർ ആകാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നതും. ആ ട്രേഡിൽ എൻ്റർ ആയതിന് ശേഷം ആ ട്രേഡിനെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളൂടെ പറയാം. എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന 2 സ്റ്റുഡൻസ്. ഓക്കെ, ഇവർക്ക് 2 പേർക്കും ഒരേ ഡേയിൽ ഒരേ സെറ്റപ്പ് തന്നെ ആയിരിക്കും കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ ഒരു 1 അവറിൽ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷേ 2 പേരും ആ ട്രേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് എക്സിറ്റ് ആകുന്ന ടൈമിൽ ഒരാൾക്ക് TP അടിച്ചിട്ടുണ്ട്, ഒരാൾക്ക് ബ്രേക്ക് ഈവനും അടിച്ചു. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം? 2 പേരെ ഞാൻ പഠിപ്പിച്ച സെയിം സാധനമാണ്, 2 പേരും എടുത്തത് ഒരേ ട്രേഡാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2 പേർക്ക് 2 റിസൾട്ട്. അപ്പോൾ അതാണ് സ്ട്രാറ്റജിയും കോൺസെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, സ്ട്രാറ്റജി എന്നൊരു കാര്യം നിങ്ങൾക്ക് ആർക്കും ആരെയും പഠിപ്പിച്ചു കൊടുക്കാനോ ആർക്കും തിരിച്ച് പഠിപ്പിച്ചു തരാനോ പറ്റില്ല. അതായത് എൻ്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് അത് ഓരോ ടൈമിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ എങ്ങനെ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുന്നു, ഒരു മാർക്കറ്റ് അനുസരിച്ച് റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നു, ഒരു മാർക്കറ്റ് അനുസരിച്ചിട്ട് ട്രേഡ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നു, ദാറ്റ് ഡിപ്പെൻസ്. അത് ഓരോ തവണയും ഓരോ ട്രേഡിലും മാറി വരാം. ഓക്കെ, അതൊരിക്കലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ട്രേഡിൽ ഇങ്ങനെ ചെയ്യും, അടുത്ത ട്രേഡിൽ ഞാൻ അങ്ങനെ ചെയ്യും എന്നല്ല. മനസ്സിലായി? ആ ഒരു ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ എന്താണോ അപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ, അതനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, എനിക്ക് ആ ട്രേഡ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോർ കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. അത് ഈ പറയുന്ന പോലെ ICT, SMC, മറ്റേ പ്രൈസ് ആക്ഷൻ, വാട്ടവർ, ഇപ്പോൾ പറയുന്ന പോലെ ഓർഡർ ഫ്ലോ, എന്തൊക്കെയോ സാധനമുണ്ട് ഇപ്പോൾ, ഫുട് പ്രിന്റ് ചാർട്ട്, അത് ഇത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുവാണ്, ഈ പറയുന്ന പോലെ ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി പഠിച്ച് കയറ്റി തലയിൽ വെച്ചിട്ട് ഞാൻ കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നടക്കത്തില്ല. കാരണം നിങ്ങൾ ഞാൻ പറയുന്നത് എടുക്കണ്ട, തള്ളിക്കളഞ്ഞു. വേറെ 2-3 ആളുകളോട് ചോദിക്കും, അതും പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളോട് ചോദിക്കണം.
അല്ലാതെ കമ്മ്യൂണിറ്റികളിൽ പോയിട്ട് അവിടെ പോയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. കമ്മ്യൂണിറ്റീസ് ആർ ഓൾവേസ് ഷിറ്റ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ക്രാബ് മെന്റാലിറ്റി എന്നൊരു കാര്യമുണ്ട്, അതിൽ ഉൾപ്പെടുന്നതാണ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റികൾ. കാരണം ഒരു കമ്മ്യൂണിറ്റിയിൽ ചെന്ന് പെടുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ട്രേഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഫെയിലിയർ ആവും, നിങ്ങളുടെ റിസൾട്ട് ഡ്രോപ്പ് ആകും. ഇത് 100% ഞാൻ എഴുതി തരാം. അഷ്വേർഡ് ആണ്, ഇങ്ങനെ തന്നെ സംഭവിക്കും. കാരണം ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് എപ്പോഴും ക്രാബ് മെന്റാലിറ്റി ഉള്ള കമ്മ്യൂണിറ്റീസ് ആണ്. ഇപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഒരു പ്രോപ്പറായിട്ടൊരു ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ഒരു കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകത്തില്ല. ഇവൻ പോയി എനിക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എൻ്റെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ആളാണ്, അറിയാം ഞാൻ അതിൽ എത്രത്തോളം ആക്റ്റീവ് ആണ്. ഞാൻ ആക്റ്റീവ് അല്ല, ഞാൻ അതിൽ കയറി ചാറ്റ് ചെയ്യാറില്ല, ഞാൻ അതിൽ നിങ്ങളുടെ ചാറ്റ്സ് നോക്കാറില്ല. അതിന് നമ്മളെല്ലാം ആളെ കമ്മ്യൂണിറ്റി മോഡിനെയും കാര്യങ്ങളെയൊക്കെ ഹയർ ചെയ്തിട്ടുണ്ട്. അവരാണ് അതെല്ലാം മാനേജ് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, എനിക്കറിയാം എന്താണ് കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നതെന്നുള്ളത്. മനസ്സിലായി? കാരണം മൾട്ടിപ്പിൾ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഒരു ഫ്രീ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഏതാണെങ്കിലും കൺഫ്യൂഷൻസ് എപ്പോഴും അവിടെ കൂടുതലായിരിക്കും. മനസ്സിലായി? പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും. അവരങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും, ട്രെയിനിനെ പറ്റി ഡിസ്കസ് ചെയ്യും. നിങ്ങൾ അതിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നിങ്ങളും ഇതേ പാത്തിലായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്രാബ് മെന്റാലിറ്റിയിൽ കയറി പെട്ട് കഴിഞ്ഞാൽ, അല്ലെ ക്രാബ് മെന്റാലിറ്റി തുടങ്ങി കഴിഞ്ഞാൽ ഒരു തിരിച്ചു പോക്കില്ല എന്നുള്ളതാണ് സത്യം. അത് എത്ര പേര് മനസ്സിലാക്കും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഈ വീഡിയോ കാണുന്ന 99% ആളുകളും ചിലപ്പം എന്നെ എതിർക്കുന്നവരായിരിക്കും. അത് വേറൊരു ഫാക്റ്റാണ്. കാരണം ഒരേ സമയം എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്, എന്നാൽ ഞാൻ പറയുന്നതെല്ലാം മണ്ടത്തരമാണെന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, കാരണം ഇപ്പോൾ പക്ഷേ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ വീഡിയോ ടെസ്റ്റിമോണിയൽസ് വരാൻ തുടങ്ങിയപ്പം ഒരുപാട് നെഗറ്റീവ് കുറഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മൾ ഒരു കാര്യം നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ആർക്കും പറ്റില്ല എന്നല്ലല്ലോ. ഓക്കെ, എനിക്കൊരു സാധനം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, അയാൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ദാറ്റ് ഡസന്റ് മീൻ എനിക്കത് വർക്ക് ചെയ്യുന്നില്ലെന്നല്ല. ഇവിടെ അതാണ് ട്രേഡിങ്ങിലുള്ളൊരു മെയിൻ ഇഷ്യൂ. അതായത് നിങ്ങൾ ട്രൈ ചെയ്തു, നിങ്ങൾക്ക് കിട്ടിയില്ല, ദാറ്റ് ഡസന്റ് മീൻ മറ്റൊരാൾക്ക് കിട്ടില്ല എന്നല്ല. ഓക്കെ, അതുപോലെ മറ്റൊരാൾക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്കും കിട്ടത്തില്ല എന്നല്ല. നിങ്ങൾ എന്ത് എഫേർട്ട് ഇടുന്നോ, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നോ, അതുപോലെ ഇരിക്കും നിങ്ങളുടെ ട്രേഡിംഗ് ജേണി. ഇതിനൊരു വൺ വേർഡ് ഉത്തരവും ഇല്ല. എല്ലാവരും രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെടത്തില്ല. എല്ലാവരും ഫെയിൽ ആകുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഫെയിൽ ആകുകയുമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, അത് പ്രോപ്പറായിട്ട് കൺസ്യൂം ചെയ്യുക. അതിപ്പോൾ എവിടുന്നെങ്കിലും ആയിക്കോട്ടെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനം കൺസ്യൂം ചെയ്യുക, പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് വേണ്ടത്. സ്വന്തമായിട്ടൊരു വിശ്വാസം വേണം, കോൺഫിഡൻസ് വേണം. മറ്റുള്ളവനെ നോക്കിയിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ പ്ലേറ്റിൽ എന്തുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് വിശപ്പ് മാറത്തില്ല. നമ്മുടെ പ്ലേറ്റിൽ എന്തുണ്ട് എന്നുള്ളത് നോക്കുക, അതിനെ ആസ്വദിച്ച് കഴിക്കാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കുക. എസ്പെഷ്യലി ഞാൻ ബിഗിനേഴ്സിനോടാണ് പറയുന്നത്. ബിഗിനേഴ്സ് ആയിക്കോട്ടെ, ഈ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ന്യൂ ഫോളോവേഴ്സ് ആയിക്കോട്ടെ, ഈവൻ ദോ നമ്മുടെ ഹേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഹേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകൾ, അത് നിങ്ങളുടെ കുഴപ്പമോ എൻ്റെ കുഴപ്പമോ അല്ല നിങ്ങൾക്കത് വർക്ക് ചെയ്യാത്തത്. പ്രോപ്പറായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ദാറ്റ് ഡസന്റ് മീൻ ട്രേഡിങ് സ്കാം ആണെന്നല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ചൊക്കെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, കുറച്ച് ബോധത്തോടെ ചിന്തിക്കുക.